ജൂലൈ 23 അങ്ങനെ അവസാനമായി ഒരു വിജയ് ചിത്രം തിയേറ്ററുകളിൽ കാണുക എന്നുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്ന് നിൽക്കുന്ന ആരാധകർക്ക് മുന്നിലാണ് ജനനായകൻ ജൂലൈ 23 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കേരളത്തിൽ രാവിലെ 6 മണിക്കാണ് ഫാൻ ഷോ. തമിഴ്നാട്ടിൽ പിന്നീടായിരിക്കും 9 മണിക്കൊക്കെയാണ് ആദ്യത്തെ ഷോ ആരംഭിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഇത്രയധികം ഹൈപ്പ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഏകദേശം 2,50,000-ഓളം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴി മാത്രം വിറ്റഴിക്കപ്പെടുന്നു. ഇപ്പോഴും ഓരോ മണിക്കൂറുകളിൽ ഏകദേശം 15,000 മുതൽ 20,000-ഓളം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറുന്നുണ്ട്. ഇതെന്തിനാണ് ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. കാരണം ഒന്ന്, പറഞ്ഞ റിലീസ് ഡേറ്റിൽ നിന്നും ഏകദേശം 7 മാസങ്ങളും 15 ദിവസങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ജനുവരി 9 റിലീസ് ചെയ്യേണ്ടിയിരിക്കുന്ന ചിത്രം ഇതാ ജൂലൈ 23 എത്തുമ്പോഴേക്കും 7 മാസം എന്ന കാലാവധി ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹൈപ്പ് കുറയ്ക്കാനും അത് കുറയാനൊക്കെ എല്ലാ സാധ്യതകളും നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പ്രശ്നം വരുന്നത്. മാത്രമല്ല, ഈ ചിത്രത്തിൻ്റെ ഓൺലൈൻ പ്രിൻ്റ് ഏകദേശം ഓൺലൈനിൽ കണ്ടിരിക്കുന്നത്, അതായത് പ്രിൻ്റ് ലീക്ക് ചെയ്യപ്പെട്ടതോടെ 1,30,00,000-ലധികം ആളുകൾ കണ്ടു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള FIRൽ പുറത്തു വന്നിട്ടിരിക്കുന്ന പോലീസിൻ്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതായത് 1,30,00,000-ഓളം ആളുകൾ ഈ സിനിമയുടെ 3 മണിക്കൂർ 3 മിനിറ്റ് ഭാഗവും കണ്ടതിന് ശേഷവും ഇത് തിയേറ്ററിൽ വന്ന് കാണാൻ മാത്രം ആളുകളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് എന്നാണ് മറുപടി. അതാണ് നമുക്ക് ബുക്കിംഗ് സ്റ്റാറ്റസുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ ആളുകൾ അവിടെ ആദ്യത്തെ ഷോ 6 മണിക്ക് തുടങ്ങാത്തത് കൊണ്ട് കേരളത്തിലേക്ക് വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സാഹചര്യം. ഫാൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം റിലീസിന് തലേ ദിവസം എല്ലായ്പ്പോഴും വിജയ് ആരാധകർ ചെയ്തതുപോലെ DJ പാർട്ടി പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അത് അവർ ഇത്തവണയും നടത്തുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സാധാരണ വിജയ് ചിത്രത്തെക്കാൾ ഉപരി വാട്ട് മേക്സ് ജനനായകൻ സ്പെഷ്യൽ ടു ടോക്ക് അബൌട്ട് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് സംസാരിക്കാം. അതിൽ 4 പ്രധാനപ്പെട്ട പോയിന്റ്. ഏറ്റവും ഒന്നാമത്തെയും ഒരു പ്രോമിനൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിജയുടെ അവസാനത്തെ ചിത്രമാണ്. നമുക്കറിയാം, വെട്രി എന്ന പടത്തിലൂടെ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്ന വിജയ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പോലും ആ വെട്രി ഉണ്ട്, തമിഴക വെട്രിക്കഴകം. ആ വെട്രിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ജനനായകൻ വരെ എത്തി നിൽക്കുന്ന 69 സിനിമകളുടെ വിജയുടെ ഫിൽമോഗ്രഫിയുടെ അവസാനത്തെ ചിത്രം. അത് പലർക്കും ആദ്യം വിശ്വസിക്കാനൊരു മടിയായിരുന്നു, ഭയപ്പാടായിരുന്നു. കാരണം വിജയ് ഇനിയും സിനിമയിൽ അഭിനയിക്കുമെന്നുള്ള പ്രതീക്ഷ ആളുകൾക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുതലമേച്ചറായി മാറിയതിനു ശേഷം ഇനി അങ്ങനെ ഒരു തിരിച്ചുപോക്ക് സിനിമാ മേഖലയിലേക്ക് ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വിജയുടെ ഒരു അവസാനത്തെ സിനിമ തിയേറ്ററിൽ ആഘോഷിക്കുക, അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുക, അതൊരു എൻ്റർടൈനിങ് ഫാക്ടറാക്കി മാറ്റുക എന്നുള്ളത് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് ഒരു വിജയ് ചിത്രം ലീക്ക് ആയതുകൊണ്ടോ അതിൻ്റെ പ്രിൻ്റ് കണ്ടതുകൊണ്ടോ എന്ന് വെച്ച് അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വലിയ വിഭാഗം ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഒരു സിനിമയേക്കാൾ ഉപരി ഈ സിനിമ ഒരു സെലിബ്രേഷനായിട്ട് കാണുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അവരിലേക്കാണ് ഈ സിനിമ ആദ്യത്തെ ഷോ കേറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവസാനത്തെ വിജയ് ചിത്രമാകുമ്പോൾ അത് ആ എക്സ്പീരിയൻസോടുകൂടി, ആ ഫീലോടുകൂടി ഈ സിനിമ കാണുക എന്നുള്ള എക്സ്പെക്റ്റേഷൻസോടുകൂടി ആളുകൾ തിയേറ്ററുകളിലേക്ക് വരുന്നത്. രാവിലെ 6 മണിക്കുള്ള ഷോ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട തിയേറ്ററുകളൊക്കെ തന്നെ ഹൗസ്ഫുള്ളാണ്. ഇപ്പോൾ മൾട്ടിപ്ലക്സുകൾ നിറയുന്ന ഘട്ടത്തിൽ ഒരു തിയേറ്ററിൽ 5-6 സ്ക്രീനുകൾ ഉണ്ടാകുമ്പോൾ ഈ 5-6 സ്ക്രീനുകൾ ഹൗസ്ഫുള്ളാണ്. ഞാൻ പറയുന്നത് രാവിലത്തെ ഷോ, അതായത് 6 മണിയുടെ ഷോയിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ സിനിമയുടെ വേർഡിക്റ്റ് പലപ്പോഴായി ഓൺലൈനിൽ ഇതിന് മുമ്പും വന്നിട്ടുണ്ട്. കാരണം ഈ പടം മുഴുവനായി ഓൺലൈനിലുള്ളതാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജനനായകൻ സ്ലോ ആണ്, ജനനായകൻ ഫാസ്റ്റ് പേസ് അല്ല, ജനനായകൻ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഭഗവത് കേസരിയുടെ റീമേക്കാണ്, ഇതിൻ്റെ റിവ്യൂ എല്ലാം പുറത്ത് വന്നിട്ടാണ് ഈ ഹൈപ്പ്. അവിടെയാണ് ഇവിടെ പ്രശ്നം. അതായത് നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു ബ്രാൻഡിന് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നൊരു ഹൈപ്പ് സ്റ്റാറ്റസാണ് ഇപ്പോൾ ജനനായകൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അതനുസരിച്ചുള്ള ഒരു ഹൈപ്പ് റിയൽ എന്നത് പറയുന്നത് പോലെ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ പോയിന്റ് ടൈറ്റിൽ കാർഡും ട്വിസ്റ്റുമാണ്. അത് ടൈറ്റിൽ കാർഡ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഇളയ തളപതി കണ്ടു, നമ്മൾ അത് കഴിഞ്ഞ് തളപതി കാണുന്നു. നമ്മൾ ആദ്യമായും അവസാനമായും സ്ക്രീനിൽ വിജയുടെ ടൈറ്റിൽ കാർഡ് വരുമ്പോൾ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു സി ജോസഫ് വിജയ് എന്നുള്ള ടൈറ്റിൽ കാർഡ് തിയേറ്ററിൽ കാണാൻ വേണ്ടി മാത്രമായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബേസിൽ ജോസഫ് തന്നെ പറഞ്ഞൊരു കാര്യം, ഈ ടൈറ്റിൽ കാർഡ് കാണാൻ വേണ്ടി മാത്രം തിയേറ്ററുകളിൽ പോകുമെന്നാണ്. അതൊരു ബേസിൽ ജോസഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല. അങ്ങനെ ആ ടൈറ്റിൽ കാർഡ് കാണാൻ വേണ്ടി മാത്രമായി തിയേറ്ററുകളിലേക്ക് വരികയും ആ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്ന് കാണാൻ വേണ്ടി മാത്രമായിട്ട് അത് ആഘോഷിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഫാൻസിൻ്റെ കൂടെ അത് ആഘോഷിച്ച് നിലവിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് കാണുന്ന ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അവരിലേക്കും കൂടിയാണ് നാളെ ജനനായകൻ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. തളപതി വിജയ് എന്നുള്ള ടൈറ്റിൽ കാർഡിനോടൊപ്പമാണ് ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡ് കൂടി വരുന്നത്. ജനനായകനിൽ ലേറ്റസ്റ്റ് റിലീസ് ചെയ്ത പോസ്റ്റേഴ്സിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ടൈറ്റിൽ കാർഡും അതാണ്. അത് സ്ക്രീനിൽ ആദ്യമായും അവസാനമായും
ഇനി അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവില്ല, കാരണം വിജയ് ഹാസ് ഓൾറെഡി റിട്ടയർഡ് ഫ്രം ഫിലിംസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാഴ്ച ആദ്യമായും അവസാനമായും ഈ പടത്തിലൂടെ കാണാം. രണ്ടാമത്തത് ട്വിസ്റ്റാണ്. എന്താണ് ട്വിസ്റ്റ്? 3 മണിക്കൂർ 3 മിനിറ്റുള്ള സിനിമയും പുറത്ത് വന്നില്ലേ, ഇനി എന്താണ് ട്വിസ്റ്റ് എന്ന് ചോദിക്കുന്നവർക്ക് 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ സിനിമയിൽ എക്സ്ട്രാ ഒരു 43 സെക്കൻഡ് വിഷ്വൽസ് ഈ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, ഇതിൻ്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത്. എന്താണ് ആ 43 സെക്കൻഡ് കണ്ടന്റ്? ഓൺലൈനിൽ ലീക്ക് ചെയ്യാത്ത ആ കണ്ടന്റ് എന്താണ് ഈ പടത്തിലുള്ളതെന്നുള്ള ചോദ്യം. 2, ഇതിൻ്റെ പ്രൊമോഷണൽ വീഡിയോ, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റായി റിലീസ് ചെയ്യുന്ന ജനനായകൻ്റെ പ്രൊമോഷണൽ വീഡിയോസിൽ നമുക്ക് ചെറിയ ചെറിയ സിമിലാരിറ്റീസ് കാണാം. അപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയുടെ ഒരു ടിപ്പിക്കൽ യൂണിഫോം പോലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം നമ്മൾ കാണുന്നതാണ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് കോട്ടും. ഇത് ഈ പ്രൊമോയിൽ വിസിബിൾ ആവുന്നുണ്ട്. അതായത് ഈ സിനിമയുടെ പ്രൊമോയ്ക്ക് വേണ്ടി മാത്രം എഡിറ്റ് ചെയ്തേക്കുന്നതാണ്, പക്ഷെ അത് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാലിൻ്റെ ആ വൈറൽ ആക്ഷൻ ഇതിലെ പ്രൊമോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇലക്ഷന് ശേഷം ഷൂട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടോ ചോദ്യമാണ്. ഭാഗമുണ്ടോ എന്നൊരു സ്വാഭാവികമായ ചോദ്യം. അതാണ് ഈ ട്വിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കഥാപരമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമല്ല. നമ്മൾ ഫാൻസിന് വേണ്ടിയിട്ടായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ, ചില മൊമെൻറ്റ്സ് സിനിമയിൽ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടോ, ഇനി അഥവാ എഡിറ്റിലൂടെ അത് വേറെ രീതിയിൽ മാറ്റിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഈ സിനിമ പല കണ്ട പ്രേക്ഷകരുടെയും അഭിപ്രായം ഇത് ഇലക്ഷന് മുന്നേ ആയിട്ട് റിലീസ് ചെയ്യുന്നിരുന്ന സിനിമ. കാരണം TVK എന്ന പാർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ പൊളിറ്റിക്സ് സംസാരിക്കാനും കൂടി വേണ്ടിയിട്ടായിട്ടാണ് ജനനായകൻ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യം വരാതെ തന്നെ തമിഴക വെട്രിക്കഴകം അധികാരത്തിലേക്ക് വരികയും നമ്മളിപ്പോൾ കാണുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ മാറുകയും ചെയ്തു. എന്നാൽ പോലും വിജയ്ക്ക് ഈ ഇലക്ഷന് വരുന്നതിന് മുമ്പ് സംസാരിക്കാനുണ്ടായിരുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്നതും കൂടി കാണാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആവശ്യവും കൂടി നമുക്ക് ഈ സെക്കൻഡ് പോയിന്റിൽ ഉന്നയിക്കാം. മൂന്നാമത്തത്, ആഘോഷിക്കാനുള്ള അവസാന അവസരം. തമിഴ് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർ സിനിമ എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് ചെയ്യാനും അതൊരു ആഘോഷമാക്കി മാറ്റാനാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റാറിൻ്റെ സിനിമ, രജനീകാന്ത് ആയാലും കമൽ ഹാസൻ ആയാലും വിജയ് ആയാലും സൂര്യ ആയാലും അജിത്ത് ആയാലും ഈ പ്രധാനപ്പെട്ട സ്റ്റാർസിൻ്റെ ഒക്കെ സിനിമകൾ ഒന്നുകിൽ പൊങ്കൽ റിലീസ്, അല്ലെങ്കിൽ ദീപാവലി റിലീസ്, അല്ലെങ്കിൽ ക്രിസ്മസ്, സംക്രാന്തി ഇതുപോലുള്ള റിലീസ് സമയത്ത്, ഇതുപോലുള്ള ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആയിരിക്കും റിലീസ് ചെയ്യുക. വളരെ റെയറായിട്ടാണ് ഈ ഫെസ്റ്റിവൽ മോഡിൽ അല്ലാണ്ട് സിനിമകൾ റിലീസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസമാണ് ജൂലൈ 23. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു കാര്യവുമില്ല. റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നത് തന്നെ വെറും 1.5 ആഴ്ചകൾക്ക് മുമ്പാണ്. അവിടെ നിന്നുകൊണ്ട് ഈ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു മൊമെൻറ്റ് ഇതാണ് ഫാൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പല രസംകൊല്ലികളുണ്ടാവും. സിനിമ പൂർണ്ണമായും കണ്ട ആളുകൾ നിങ്ങളോടൊപ്പം സിനിമ കാണാൻ വേണ്ടി തിയേറ്ററുകളിലും ഉണ്ടാകും. പക്ഷെ അതൊന്നുമല്ലാതെ ഈ സിനിമ ഇനി തിയേറ്ററിൽ വന്നാൽ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്ന് ചിന്തിച്ച് ലീക്കായ പ്രിന്റ് കൈ കിട്ടിയിട്ട് പോലും കാണാത്ത ദി ഓണസ്റ്റ് ലോയൽ ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിനിമാ പ്രേമികളുണ്ട്. അവർക്കൊരു പുത്തൻ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇത്. ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഇത് ഓൺലൈൻ ലീക്ക് പ്രിന്റ് പുറത്തു വന്നിട്ട് പോലും കാണാൻ താല്പര്യമില്ലാതിരുന്നത് ഒരു വിജയ് സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അതാണ് നാളെ ഒരു ഫ്രഷ് ഫീലായിട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ കിട്ടാൻ പോകുന്നതും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ള ഒരു ആരാധകരും ആളുകളും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് പോയിന്റ് നമ്പർ 3. അതാണ് ഈ ആഘോഷിക്കാനുള്ള അവസാന അവസരം എന്ന് പറയുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കാണുന്ന ഒരു സ്റ്റാർ ഫിലിം എന്ന് പറയുന്നത് കറുപ്പാണ്. അത് ഏകദേശം റിലീസ് ചെയ്തിട്ട് 2 മാസങ്ങൾ പിന്നിടുകയാണ്. മെയ് 15 തിയേറ്ററിൽ എത്തുന്നത്. ഇപ്പോൾ ജൂലൈ 22 നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 2 മാസങ്ങളായി ഒരു സ്റ്റാർ പടം തമിഴ്നാട്ടിൽ വരുന്നില്ല. മാത്രമല്ല ഇപ്പോൾ സ്റ്റാർസ് എന്ന് പറയുന്നൊരു പരിപാടി കുറഞ്ഞു വരുന്നൊരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. ഇങ്ങനെ എല്ലാം കൊണ്ടുമാണ് ഈ ഒരു പടത്തിനുള്ള വെയിറ്റേജും അതിന് മാത്രമായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഫോർത്ത്, നമ്മൾ പറഞ്ഞ ആ പോയിന്റ്, ലീക്കായിട്ടും കാണാനുള്ള ആവേശം. അതായത് ഈ സിനിമ ലീക്കായല്ലോ, നമ്മൾ അത്രയും വലിയ ഹൈപ്പിൽ നിന്ന് ഈ ഇലക്ഷന് ഏകദേശം 1 ആഴ്ച മുന്നെയാണ് ഇതിൻ്റെ പ്രിന്റ് ലീക്ക് ചെയ്യപ്പെടുന്നത്. പ്രിന്റ് ലീക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വൈൽഡ് ഫയർ പോലെ കാട്ടുതീയായിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് സ്പ്രെഡ് ചെയ്തത്. അതായത് വിജയ് ചിത്രം ജനനായകൻ ഓൺലൈനിൽ, അതും 2-3 ക്ലിപ്പൊന്നുമല്ല, മുഴുവൻ ചിത്രവും ഏകദേശം 183 മിനിറ്റ് ദൈർഘ്യമുള്ള മുഴുവൻ ചിത്രവും ഓൺലൈനിൽ ലഭ്യമാണ്. കാണാൻ അവസരങ്ങളുണ്ട്. എത്രയോ വെബ്സൈറ്റുകളിൽ, തമിഴ് MV തമിഴ് റോക്കേഴ്സ് തുടങ്ങിയ സൈറ്റുകളിൽ ഉൾപ്പെടെ ടെലഗ്രാമിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ ഇത് കാണില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് പൈറേറ്റഡ് കോപ്പി ആയാലും ലീക്ക് ചെയ്യപ്പെട്ട പ്രിന്റ് ആയാലും പുറത്തു വന്നതായാലും സെൻസർ കോപ്പി ആയാലും കാണില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. നമ്മൾ ഇത് 1,50,00,000-ലധികം ആളുകൾ ഈ ചിത്രത്തിൻ്റെ പ്രിന്റ് കണ്ടു എന്ന് പറയുമ്പോൾ, അതായത് പോലീസ് റിപ്പോർട്ടിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ പറയുമ്പോൾ, അത് കാണാത്ത ഒരു വലിയ വിഭാഗം ഓഡിയൻസ് ഉണ്ട്. അവരിലേക്കും കൂടി ഒരു ഫ്രഷ് എക്സ്പീരിയൻസായി ലീക്കായത് കാണില്ല, അത്
തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടയും ഡിമാൻഡ് ചെയ്യേണ്ട സിനിമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാണാൻ വരുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഫോർത്ത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ എച്ച് വിനോദ് എന്ന സംവിധായകൻ കുറച്ച് അഭിമുഖങ്ങളിൽ കൊടുക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് ഇത് ലീക്ക് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് പുറത്ത് പറയാൻ പറ്റില്ല, പുറത്ത് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ചാനൽ അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിജയ് പോലും പല പ്രസംഗത്തിനിടയിലും ഇലക്ഷന് മുന്നേ, അതായത് CM ആവുന്നതിന് മുമ്പ് തന്നെ ജനനായകൻ റിലീസുമായി, അതായത് ലീക്കുമായി ബന്ധപ്പെട്ടുള്ള പല ആണികളും സ്റ്റാലിൻ സർക്കാരിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്, CBFCക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട് അഭിപ്രായങ്ങൾ. ഈ ഘട്ടത്തിലെല്ലാം വരുമ്പോഴാണ് അവസാനം എല്ലാം ക്ലിയർ ചെയ്യപ്പെട്ടുകൊണ്ട് ജനനായകൻ തിയേറ്ററിലേക്ക് വരുന്നത്. ഇതൊരു വിജയ് ചിത്രം, അവസാനത്തെ ചിത്രം, വൺ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിപ്പോൾ ഒരു ഓഡിയൻസിൻ്റെ സിനിമയാണ്. അവർക്ക് ഇതൊരു മാഷപ്പ് വീഡിയോ പോലെയോ അല്ലെങ്കിൽ ഇത് പലപ്പോഴും ഭഗവന്ത് കേസരിയുടെ റീമേക്ക്, ഹൂ കെയർസ്, നോ വൺ കെയർസ്. ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആയാലും എന്തായാലും അവസാനമായൊരു വിജയ് ചിത്രം തിയേറ്ററുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ആവേശത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചത് മുതൽ. അതും പ്രത്യേകിച്ച് എടുത്തു പറയണം, കേരളത്തിൽ ഉൾപ്പെടെ നമ്മളിപ്പോൾ ഏകദേശം ഇന്ത്യയിൽ ഒട്ടാകത്തിനുള്ള ബുക്കിംഗ് എടുത്തു നോക്കിയാൽ 10 കോടിക്ക് മുകളിലാണ് ഇനിയും ഒരു ദിവസം ബാക്കി നിൽക്കെ ചിത്രത്തിൻ്റെ ഓൺലൈൻ അഡ്വാൻസ് ബുക്കിങ്ങുകളിൽ മാത്രം നേടിയിരിക്കുന്നത്. അതിൽ കേരളത്തിൽ ഏകദേശം 2.25 കോടി രൂപയ്ക്ക് അടുത്തേക്ക് ഇതിൻ്റെ കളക്ഷൻ ഫിഗേഴ്സ് എത്തിയിട്ടുണ്ട്. ഐ റിപ്പീറ്റ്, കേരളത്തിൽ നിന്ന് മാത്രമായി 2.25 കോടി രൂപ. SSR എൻ്റർടൈൻമെൻറ്റ്സ് ആണ് കേരളത്തിലേക്ക് പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പല രീതിയിലുമുള്ള തിയറീസ് ഉണ്ടായിരുന്നല്ലോ, ഇത് ഇന്ന് റിലീസ് ചെയ്യും, മെയ് റിലീസ് ചെയ്യും, ജൂൺ റിലീസ് ചെയ്യും, ജൂലൈ റിലീസ് ചെയ്യും, അങ്ങനെ ഓരോ റിലീസ് ഡേറ്റുകൾ നമ്മൾ തന്നെ ഓരോ വീഡിയോ ആയിട്ട് പറയുകയും നമ്മൾ തന്നെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലും അത് മാറ്റി പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ഇനി അങ്ങനെ ഒരു മാറ്റി പറയേണ്ട സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഫാൻസിൻ്റെ തള്ളിക്കയറ്റവും ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഘോഷങ്ങളും ബുക്കിങ്ങുകളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു മൈൽ സ്റ്റോൺ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു റെക്കോർഡ് അവിടെ ബിൽഡ് ചെയ്യപ്പെടുമ്പോഴേക്കും ഓർക്കുക, ഇതൊരു ഫ്രഷ് പ്രിൻ്റ് അല്ല, ഇതിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒന്നാമത് ഇത് റീമേക്ക് ചിത്രമാണ്, അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പലർക്കും അറിയാം. അത് വേർഡ് ഓഫ് മൗത്തിലൂടെ പലരിലേക്കും റിവ്യൂസ് ആയിട്ടും പോയിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ ഇത് തിയേറ്ററിൽ വീണ്ടും കാണണമെന്നും ഒന്നേന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഇതുവരെ കാണാത്തവർക്ക് ഫ്രഷ് ആയിട്ട് ഇത് അനുഭവിക്കണമെന്നും അറിഞ്ഞുകൊണ്ട് ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദ ഹൈപ്പ് ഇസ് റിയൽ എന്ന് പറയുന്നത്. വാട്ട് എവർ ദ വേർഡിക്ട് മേ ബി, ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ ആവാം, ചിലപ്പോൾ ഇത് വളരെ സൂപ്പർ ഹിറ്റ് ആവാം, ചിലപ്പോൾ ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആകാം, ചിലപ്പോൾ ഇത് ഇൻഡസ്ട്രി ഹിറ്റുമാകാം. പക്ഷേ എന്തൊക്കെയായാൽ പോലും അവസാനമായൊരു വിജയ് ചിത്രം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക, ഫാൻസിൻ്റെ കൂടെ ആഘോഷിക്കുക, ആടിത്തിമിർക്കുക എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് വരുന്നവർക്ക് ഇതൊരു പ്രധാനപ്പെട്ട സിനിമയായിരിക്കും. ലാസ്റ്റ് മാഷപ്പിൽ ഉൾപ്പെടെ എങ്ങനെയായിരിക്കും എച്ച് വിനോദ് ട്രീറ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുകയും അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. എന്തായാലും ജനനായകൻ തിയേറ്ററുകളിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റേതായ ഹൈപ്പ് ചിത്രത്തിനുണ്ട്. അവസാനമായൊരു വിജയ് ചിത്രം കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അതിൻ്റേതായ വിഷമങ്ങളുണ്ടാവും. ഇനി ഒരു റിലീസ് വരണം, അല്ലാതെ ഒരു പുതിയ വിജയ് ചിത്രം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെ എല്ലാവരുടെയും മൈൻഡ് സെറ്റിലൂടെ പോകുന്നുമുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.